പണ്ട് ആരോ എവിടെയോ പറഞ്ഞു കേട്ടൊരു കാര്യം ഓർത്താണ്. നേരം രണ്ട് വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. യെസ് ഫ്രണ്ട്സ്, നല്ല നേരം വന്നിരിക്കുന്നു. സോ നമ്മൾ 2025 പ്രധാനപ്പെട്ട എക്സാംസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. 4 സെക്ഷൻസായിട്ടാണ് നമ്മൾ ഈ വീഡിയോ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ 2025 സിവിൽ എഞ്ചിനീയറിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും നമ്മൾ. അത് കഴിഞ്ഞിട്ട് ആ എക്സാംസിൽ എത്രത്തോളം ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ഉണ്ട് എന്നുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷ എഴുതി നമുക്കൊരു ജോബിലോട്ട് റിസൾട്ട് ചെയ്യുമോ എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്നോട് എപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഏത് എക്സാം ആണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ നെസസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ചില സ്റ്റെപ്പുകളെ പറ്റിയും നമ്മൾ പറയും. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമായിട്ട് 2025 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത കുറേ എക്സാംസ് ഉണ്ടല്ലേ. അത് ഞാനിപ്പോൾ എത്ര വീഡിയോ ആണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇപ്പോൾ LSTD AE എക്സാം ഉണ്ട്, ഗ്രേഡ് 1 എക്സാം ഉണ്ട്, അതുപോലെ PWD ഇറിഗേഷൻ ഗ്രേഡ് 1 എക്സാം ഉണ്ട്, ഗ്രേഡ് 2 എക്സാംസ് ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു, ഇനിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ LSTD PWD ഇറിഗേഷൻ മാത്രമല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് എക്സാംസ് ഉള്ളപ്പോൾ ഒരു പ്രശ്നമാണ്, നമ്മൾ ഏത് എക്സാമിന് ഫോക്കസ് ചെയ്യണമെന്ന് പലർക്കും ഡൗട്ട് വരും. അതൊരു പ്രശ്നം. ഇതുവരെയുള്ള പ്രശ്നം വെച്ചാൽ എക്സാം വരാത്തതായിരുന്നു ഇഷ്യൂ. ഇപ്പം എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഏതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. അത് ഞാൻ സിമ്പിളായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് തരാം. ഒന്നാമത്, ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് നമ്മുടെ കേരള PSC നടത്തുന്ന എക്സാംസിനെ പറ്റിയാണ്. ഇതല്ലാതെ RRBJ എക്സാം വീണ്ടും 2025 വരുന്നതാണ്. SSCJ എക്സാം ഉണ്ട്, ഇസ്രോയുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള എക്സാമുകളെ പറ്റിയാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ്, ഞാൻ ഏറ്റവും താഴത്തെ എക്സാം അല്ലെങ്കിൽ ഏറ്റവും ലോവർ ഗ്രേഡുള്ള എക്സാംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രേഡ് 2 എക്സാംസ്, ഞാൻ ഗ്രേഡ് 3 മനഃപൂർവ്വം പറയുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം, ഗ്രേഡ് 3 എക്സാംസ് ഇപ്പോഴും പല ഡൗട്ടുകളും അതിനകത്തുണ്ട്. അത് ആർക്കൊക്കെ എഴുതാൻ പറ്റും, ഈ IT ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമുക്കിപ്പോൾ സേഫ് സോൺ ആയിട്ടുള്ളത് ഗ്രേഡ് 2 എക്സാംസ് ആണ് അല്ലേ. ഇപ്പോൾ ഗ്രേഡ് 2 എക്സാം തൊട്ട് അല്ലെങ്കിൽ ഗ്രേഡ് 2, ഗ്രേഡ് 1A, ഇത് മൂന്നിനെ പറ്റിയായിരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ഗ്രേഡ് 2 എക്സാം. നിലവിൽ ITI, ഡിപ്ലോമ ആൻഡ് BTech സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഗ്രേഡ് 2 എക്സാം. അപ്പോൾ ഗ്രേഡ് 2 എക്സാമിന് ഈ പറഞ്ഞ പോലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഇപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ഗ്രേഡ് 2 എക്സാംസിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് പല റെഫറൻസുകൾ ചെയ്യാം അല്ലെ, നമുക്ക് പല നോട്ട്സ് വായിക്കാം അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാം. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ, ഇതൊരു ഓവർസിയർ ലെവൽ എക്സാമാണ്. അതായത് ITI, ഡിപ്ലോമ, BTechകാർ എഴുതുന്നെങ്കിലും പ്രധാനമായിട്ടും ഇതൊരു ഓവർസിയർ, അതായത് ഗ്രേഡ് 3, ഗ്രേഡ് 2 എക്സാംസിനെ ക്ലബ് ചെയ്തിട്ട് ആ ഒരു ITI ലെവൽ ആയിരിക്കും പോർഷൻസ് അല്ലെങ്കിൽ എക്സാംസിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ന്യൂമറിക്കൽസോ ഒന്നും വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രേഡ് 2 എക്സാംസിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എന്താ, നിങ്ങളുടെ സ്റ്റഡി പ്യോർലി തിയറിറ്റിക്കലായിട്ട് ഫോക്കസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഗ്രാജുവേഷനിലും, ഇപ്പോൾ നിങ്ങൾ BTechകാരാണെങ്കിലും ഡിപ്ലോമയാണെങ്കിലും ITI ആണ്, നിങ്ങളെല്ലാവരും എഴുതാൻ പോകുന്ന എക്സാം സെയിം തന്നെയാണ്, സെയിം സിലബസ് തന്നെയാണ്. ഓൺലി തിങ് എക്സാമിൻ്റെ സിലബസ്, അതിപ്പോൾ ഏത് എക്സാം ആണെങ്കിലും എക്സാമിൻ്റെ സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനുവേണ്ടി തിയറിറ്റിക്കലി പഠിക്കുക. ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, തിയറിറ്റിക്കലി. ബിക്കോസ് ITI ലെവൽ എക്സാംസിന് അധികം ന്യൂമറിക്കൽസ് ചോദിക്കാറില്ല. മാക്സിമം പോയപ്പോൾ സർവേയിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പലരും പല വീഡിയോസിലും പറയാറുണ്ട്, ഇപ്പം നിമി ബുക്കുകൾ നോക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബേസിക്കലി നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ടല്ലോ, അത് ഫോളോ ചെയ്തിട്ട് നിമി ബുക്കും കൂടെ റെഫർ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നിമിയിലോട്ട് മാത്രം നിങ്ങളുടെ ഫോക്കസ് തിരികരുത്. കാരണം നിമി എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്, എവിടെ നിന്ന് വേണേലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഒരു റൗണ്ട് പഠിച്ച ആൾക്കാർ എന്ത് ചെയ്യണം, നിമിയും കൂടെ റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഗ്രേഡ് 2 എക്സാംസിനെ പറ്റി പറയാൻ എനിക്ക് ആഗ്രഹമുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗ്രേഡ് 1 എക്സാം. ഗ്രേഡ് 1 എക്സാം നിങ്ങൾക്കറിയാം, ഡിപ്ലോമ ആൻഡ് BTech സ്റ്റുഡൻസിന് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതിൻ്റെ രസമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ LSTD AE കാട്ടിൽ ഭയങ്കര ഡിമാൻഡായിട്ട് വരാൻ പോകുന്നൊരു എക്സാമാണ് ഈ ഗ്രേഡ് 1 എക്സാം. നിങ്ങൾക്കത് കഴിഞ്ഞ വർഷമൊക്കെ എക്സാം എഴുതിയവർക്കറിയാം. അതിൻ്റെ റീസണുണ്ട്. ഈ LSTD AE ഒക്കെ കിട്ടിയ പലരും
ആ ഒരു ജോബ് റിസൈൻ ചെയ്തിട്ട് PWD ഇറിഗേഷൻ ഗ്രേഡ് 1 ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഒരു ജോബ് റിസൈൻ ചെയ്തിട്ട് ഗ്രേഡ് 1 ജോബിൽ കയറുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തോ കാര്യമുണ്ട് അല്ലേ. പക്ഷേ ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഓഫീസിലെ ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ ആ ഒരു ജോബിലോട്ട് കയറുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വരും, കുറച്ചൊക്കെ ടെൻഷൻ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും അതിന് തൊട്ട് താഴെയുള്ളൊരു ഗ്രേഡ് 1 പോസ്റ്റിലോട്ട് കയറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജോലി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അത്രേ ഉള്ളൂ. ആൻഡ് ഓൾസോ ഗ്രേഡ് 1 എക്സാമിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും എക്സാമിനെക്കാട്ടിൽ വളരെ ഈസി ആണെന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡ് 2ൻ്റെ കാര്യം പറഞ്ഞ പോലെ കൂടുതലും ക്വസ്റ്റ്യൻസ് തിയററ്റിക്കലായിരിക്കും. എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാം. അത് ചില പോർഷൻസിൽ നിന്ന് മാത്രം. അത് നമുക്ക് ഈ പഠിക്കുന്നവർക്ക് അറിയാം. ഇപ്പം സർവേയിങ് അല്ലെങ്കിൽ RCC, അതായത് വളരെ സിമ്പിളായിട്ടുള്ള ന്യൂമറിക്കൽസ് വരും. അവിടെയും പക്ഷേ 85 to 90% അല്ലെങ്കിൽ മോർ ദാൻ 90% തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തിയററ്റിക്കലി നമ്മുടെ നോളജ് നല്ല ഡീപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടാണ് നമ്മളിപ്പം ഗ്രേഡ് 1 മാത്രം പഠിച്ചാൽ മതിയോ, അതോ എയ്ക്കും ബിടെക്കാർക്കും ഒരു ഡൗട്ട് വരുമല്ലോ, എയ്ക്ക് കൂടെ പഠിച്ചാലോ? നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എന്തായാലും പഠിക്കുവാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സെയിം സബ്ജക്റ്റിനെ ന്യൂമറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലും കൂടെ പഠിക്കുക. അപ്പോൾ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനത്തോടെ ഞാൻ അത് പറയുന്നതായിരിക്കും. അപ്പം ബേസിക്കലി ഇപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് ഗ്രേഡ് 2 എക്സാംസ് ഉണ്ട്, ഗ്രേഡ് 1 എക്സാം ഉണ്ട്, എക്സാം ഉണ്ട്. ആണ് റിയലി ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ്, ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ജോബ്, എല്ലാവരും പ്രിഫർ ചെയ്യുന്നതാണ്. അപ്പോൾ പോസ്റ്റുകളെ പറ്റി ഞാൻ വീണ്ടും പറയുന്നു. LSTD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, PWD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് മാത്രമല്ല ഹാർബർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ വേറെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഈ LSTD PWD ഇറിഗേഷൻ പറയാൻ കാരണം അതിൻ്റെ വേക്കൻസീസ് കാരണമാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകാം, ദ നമ്പർ ഓഫ് വേക്കൻസീസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേക്കൻസീസ്, അതായത് ഈ നമ്പർ ഓഫ് വേക്കൻസീസിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ആർക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമുക്ക് ഒതൻറ്റിക് ആയിട്ട് നമ്മുടെ കേരള PSCയുടെ സൈറ്റിൽ കുറച്ച് ഡേറ്റസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേഡ് 2ൻ്റെ കാര്യം പറയാം. ഗ്രേഡ് 2-നാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. കഴിഞ്ഞ 2-3 വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഒരു 500 മുതൽ 600 അഡ്വൈസ് വരെ പോയിട്ടുണ്ട്. അതിപ്പോൾ PWD ഇറിഗേഷൻ ഗ്രേഡ് 2 ആണെങ്കിലും LSTD ആണെങ്കിലും, LSTD അത്രത്തോളം പോയിട്ടില്ല, ഒരു 500 മുതൽ 550 വരെ പോയിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ PWD ഇറിഗേഷനോട് വരുമ്പോൾ 550 to 600 അറൗണ്ട് അത്രയും പോയിട്ടുണ്ട് അഡ്വൈസ്. അതായത് ഇപ്പം നിലവിൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഡാറ്റയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും കൂടാം. ബട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 3 എക്സാംസിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നോ ഡൗട്ട് ഗ്രേഡ് 2 ആണ്, ആൻഡ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വൺ, അത് മറക്കരുത്. എന്നാൽ കമ്മിങ് ടു ഗ്രേഡ് 1 എക്സാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ് ഗ്രേഡ് 1 എക്സാം. അതിലും ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോഴും ഒരു 200 മുതൽ 250 വേക്കൻസീസ് അതിലും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഓൾറെഡി ഏകദേശം അറൗണ്ട് 215-275 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മിനിമം ഗ്യാരണ്ടി ഉണ്ട് അടുത്ത 3 വർഷത്തേക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും ഏകദേശം ഒരു 200 വേക്കൻസീസ്, അല്ലെങ്കിൽ ഇപ്പം അഡ്വൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വേക്കൻസിയിൽ തന്നെ മോർ ദാൻ 1 അഡ്വൈസ് വരാം. ഓക്കെ, അതിപ്പോൾ ചിലപ്പോൾ ഒരാൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അത് അടുത്ത ആളോട്ട് പോകും. അതുകൊണ്ടാണ് ഒരു വേക്കൻസിയിൽ കൂടുതൽ നമ്പർ ഓഫ് അഡ്വൈസുകൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി, നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇടാറുണ്ടല്ലോ. അതുപോലെ എന്തായാലും മിനിമം ഗ്യാരണ്ടി ഒരു 150 മുതൽ ഒരു 200 വേക്കൻസി വരെ വരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ പറയേണ്ട. ഇനി എയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി തരുന്നത് LSTD ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. അതിൻ്റെ എക്സാമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ ഫൈനൽ ഡ്രീമെങ്കിൽ ദിസ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി, ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 3 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആൻറ്റിസിപ്പേഷൻ എല്ലാവർക്കും LSTD കിട്ടണം. കാരണം നമ്മൾ കയറുമ്പോൾ തന്നെ അത്രത്തോളം ശമ്പളം ഉണ്ട്. ഒബ്വിയസ്ലി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് നമ്മളെല്ലാവരും സാലറിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ എല്ലാം കഷ്ടപ്പെടുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു എയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. LSTD വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ആസ് സിവിൽ എഞ്ചിനീയേഴ്സ് ഏറ്റവും കൂടുതൽ വേക്കൻസി നമുക്ക് തരുന്നത് LSTD ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആൻഡ് അത് തന്നെയാണ്. അപ്പം നമ്മളെല്ലാം കൂടെ കൂട്ടുമ്പോൾ, അതായത് ഗ്രേഡ് 2, ഗ്രേഡ് 1 എല്ലാം കൂടെ കൂട്ടുമ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ ഡാറ്റയാണ് ഞാൻ പറയുന്നത്. 1700 മുതൽ 1800 അഡ്വൈസുകളാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് പോയത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു എക്സാം കൂടെ നമ്മളൊരു 40,000 അല്ലെങ്കിൽ 45,000 സ്റ്റുഡൻസ് ആണ് ഒരു PSC എക്സാം നമ്മുടെ ഫീൽഡിൽ എഴുതുന്നത്.
അപ്പോൾ അതിൽ സംബന്ധിച്ച് ഞാൻ ഒരു 3-4 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം നമുക്കൊരു ഏകദേശം അതിനകത്ത് ഒരു 5000 സ്റ്റുഡൻസ് ആണ് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു 1500 വരാമെന്നുള്ളത് ആക്ച്വലി അത്രത്തോളം പ്രിപ്പയർ ആവണം അല്ലേ. പക്ഷേ വെൻ കമ്പയർ ടു അതർ എക്സാംസ് നിങ്ങൾ നോക്കുക, നമ്മൾ സാധാരണ ഒരു കേരള PSC എക്സാം 6 ലക്ഷം മുതൽ 10 ലക്ഷം പേരാണ് ആ ഒരു കേരള ജനറൽ PSC എക്സാം എഴുതുന്നത്. അതിൽ ഇപ്പോൾ ഈവൺ ഇഫ് ഒരു 20,000 വേക്കൻസി അത്രയൊന്നും വരത്തില്ല, എന്നാൽ പോലും സെലക്ഷൻ റേഷ്യോ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓഡിയൻസ് ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടി ചെറിയ നമ്പർ ഓഫ് വേക്കൻസീസ് ആയതുകൊണ്ട് തന്നെ സെലക്ഷൻ റേഷ്യോ കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ആ ബ്രാക്കറ്റ് അതപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വരിക ഓക്കെ 1500 ഉണ്ടല്ലോ, അപ്പോൾ 1500 വന്നാൽ മതി. അതൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പോസ്റ്റ് നോക്കിയപ്പോൾ എത്ര വന്നത്, അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 200. അപ്പം നിങ്ങളൊരു ജനറൽ കാറ്റഗറിക്കാരാണെങ്കിൽ ഒരിക്കലും 100 പോലും, അതായത് ഞാൻ പറയുന്ന ഒരു 50 to 75 റാങ്ക് ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഈവൻ 200-250 എന്ന് പറയുമ്പോൾ പോലും എനിക്ക് പേടിയാണ്, കാരണം ഭയങ്കര റിസ്ക്കിയാണ് ടു ബി ഫ്രാങ്ക്. അപ്പോൾ നമ്മുടെ ഫൈനൽ എയിം എന്ന് പറഞ്ഞാൽ ടോപ്പ് 50 to ടോപ്പ് 75 വരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചുമ്മാ ലിസ്റ്റിൽ കയറിയാൽ ജോലി കിട്ടത്തില്ല, അത് ഇപ്പോഴേ അങ്ങ് മനസ്സിൽ വെച്ചോ. അത് ഫ്രാങ്കായിട്ട് തുറന്നു പറയുകയാണ്, ജസ്റ്റ് ലിസ്റ്റിൽ കയറിയിട്ടൊന്നും ഒരു കാര്യമില്ല. കേരള PSC ആണ്, കേരളമാണ്, നല്ല ടൈം എടുക്കും. അപ്പം നിങ്ങൾ ആലോചിക്കുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് 250 ഇപ്പം കഴിഞ്ഞ ലിസ്റ്റിൽ 250 റാങ്കുകാരനും ജോലി കിട്ടിയല്ലോ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് അവൻ ആ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് അവൻ അഡ്വൈസ് കിട്ടിയത്. അപ്പോൾ ആ 3 years അവൻ അത്രയും നാൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളത് എത്രത്തോളം ടെൻഷൻ. കാരണം ഒരു യങ് ലൈഫാണ്, നമ്മുടെ എല്ലാവരുടെയും യങ് ലൈഫാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. അപ്പോൾ 3 years എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര വലിയ സ്പാനാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് റിസ്ക് എടുക്കരുത്. അപ്പം നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും, അപ്പോൾ അത് എന്നോട് ഈ വേക്കൻസിയുടെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം നമുക്ക് കയറാൻ ഒരു വേക്കൻസി മതിയല്ലോ. അപ്പോൾ ഒരു 100, 200, 300 എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ റാങ്ക് 50-നോ 75-നോ അകത്തായിരിക്കണം. അത് കറക്റ്റായിട്ട് ഇപ്പം തന്നെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചോണം. സോ നമ്പർ ഓഫ് വേക്കൻസീസ് ഡസൻറ്റ് മാറ്റർ. ഒൺലി തിങ് ഓക്കെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു തരാൻ മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ ഒരുപാട് വേക്കൻസി ഉണ്ടെന്നോ ഭയങ്കരമായിട്ടുള്ള വേക്കൻസികൾ വരുന്നു എല്ലാവരും പഠിച്ചോളൂ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി, ബട്ട് യു ഹാവ് ടു ഗ്രാബ് ഇറ്റ്. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം 40,000 പിള്ളേരുണ്ട് പുറത്ത്, അതിൽ 5,000 പേരും പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ 1500 പേർക്കേ അടുത്ത 3 വർഷം കൊണ്ട് ജോലി കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ 1500 ഒരാളാവണമെങ്കിൽ അത്രത്തോളം എഫേർട്ട് ഇട്ടിരിക്കണം. നൗ കമ്മിങ് ടു ദ തേർഡ് സെക്ഷൻ. മൂന്നാമത്തെ കാര്യം ഞാൻ എപ്പോഴും സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുകയാണ്, സാർ ഇത്രയും കഷ്ടപ്പെട്ടു, ഇത് നടക്കുമോ? അല്ലെങ്കിൽ നമ്മളെപ്പോലത്തുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു ജോലി കിട്ടുമോ? ഈ ന്യൂസിലൊക്കെ പലതും കേൾക്കുന്നു അല്ലേ, പിൻവാതിലിനെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, പക്ഷേ റിയാലിറ്റി ഞാനും എൻ്റെ ഫ്രണ്ട്സും ഞാൻ എപ്പോഴും പറഞ്ഞു, ഞങ്ങളൊക്കെ വെറും സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളെല്ലാവർക്കും നേടിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും നേടാം. ഞാൻ LHD ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അഡ്വൈസ് കിട്ടിയതാണ്. ഓൾസോ ഞാൻ TKMൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഞാൻ അതെല്ലാം ഡ്രോപ്പ് ചെയ്തിട്ടാണ്, എനിക്ക് പാഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളെല്ലാവരും സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. നമുക്ക് ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട, ഒന്നും വേണ്ട, പ്യുവർ മെറിറ്റാണ്. മെറിറ്റിൽ വന്നതാണ് നമ്മൾക്ക്. അപ്പം മെറിറ്റിൽ തന്നെ പിടിക്കുക. നമുക്ക് ആരുടെയും അഡ്വൈസോ ആരുടെയും റെക്കമെൻഡേഷനോ നമുക്ക് വേണ്ട. ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ PSC ആണ് നമുക്ക് ആ കൂടെ ഒരു പ്ലാറ്റ്ഫോം. PSC മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയിൽ നിങ്ങളൊന്ന് നോക്ക്, ഇൻ്റർവ്യൂ കൊടുത്തു നോക്ക്, മിക്ക 95% അവിടെ റെക്കമെൻഡേഷൻ വേണം. അല്ലെങ്കിൽ എവിടെ കോൺട്രാക്ട് ബേസിൽ എവിടെ പോകുന്നു, എവിടെ ആണെങ്കിലും റെക്കമെൻഡേഷൻ വേണം. നിങ്ങൾക്ക് ബൈ പ്യുവർ മെറിറ്റിൽ ജോലി വേണമെങ്കിൽ PSC ആണ് അതിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് പ്ലാറ്റ്ഫോം. നിങ്ങൾ ഈ കേൾക്കുന്ന ന്യൂസൊക്കെ വളരെ റെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ വേറെ നമ്മുടെ ടെക്നിക്കൽ ഫീൽഡിൽ ഇതുവരെ അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. നിങ്ങൾ 100-ൽ മാക്സിമം റിട്ടൺ ടെസ്റ്റിന് നല്ലപോലെ മാർക്ക് വാങ്ങിക്കുക. 20 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ. മാക്സിമം പോയാൽ എത്ര പോകും? 1-2 മാർക്ക് അങ്ങോട്ട് പോകത്തുള്ളൂ. സ്റ്റിൽ നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് അത്രത്തോളം കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കിട്ടുമോ കിട്ടത്തില്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പഠിച്ചാൽ കിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം, എന്നോട് ചിലർ ചോദിക്കും, സാർ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്, എനിക്ക് കിട്ടുമോ സാർ? അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്, അത് ഭയങ്കര തമാശയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു നാഷണൽ ടീം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു വേൾഡ് കപ്പിന് പോകുമെന്ന് വെച്ചോ. അപ്പോൾ അവർ ഫൈനലിൽ കപ്പ് എടുക്കും, അല്ലെങ്കിൽ കപ്പ് എടുത്താലേ ഞങ്ങൾ ടൂർണമെൻറ്റ് കളിക്കത്തുള്ളൂ എന്ന് പറയത്തു. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദാറ്റ് മീൻസ് അവർ നമ്മുടെ സാധാരണ ഗ്രൂപ്പ് മാച്ച് കളിക്കണം, ക്വാർട്ടർ ഫൈനൽ കളിക്കണം, സെമി ഫൈനൽ കളിക്കണം, ഫൈനൽ കളിക്കണം. ഫൈനൽ വരെ എത്തി
ഫൈനലി ജയിച്ചാൽ മാത്രമേ നമുക്ക് കപ്പ് കിട്ടത്തുള്ളൂ അല്ലേ? സെയിം കാര്യമാണ് നമ്മുടെ എല്ലാവരുടെ കേസിൽ അങ്ങനെ. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, നമ്മുടെ ഫാമിലി ഒരുപാട് ഇഷ്യൂസ് കാണും, പലർക്കും പല സ്റ്റോറി പറയാനാണ്. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്ക് അതെല്ലാം മാറ്റി വെച്ച് നമുക്ക് എന്താണോ ഗോൾ അതിൽ ഫോക്കസ് ചെയ്ത് നല്ലപോലെ പഠിച്ച് അവസാനം കിട്ടുന്ന റിസൾട്ടാണ് ജോലി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞാലേ നിങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നമുക്ക് ആർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. മാക്സിമം ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ജോലി കിട്ടിയെങ്കിലേ ഞാൻ പഠിക്കൂ എന്ന് പറയുന്നൊരു കാര്യം ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ട്രൈ ചെയ്യുക. നല്ലപോലെ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അതിൻ്റെ എല്ലാ എക്സാമ്പിളാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും. ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങൾക്ക് ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഷുവർ ഷോട്ടാണ്, അതിനകത്ത് ഒരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് കാണും, ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ കാണും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മളത് അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് അറിയോ, എല്ലാവരും പഠിക്കും, ഒരു 1.5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. അപ്പോൾ ആ സമയത്ത് ഞാൻ പഠിച്ചില്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി. ഇത് എന്നോട് പല സ്റ്റുഡൻസ് പറയും, സാർ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കയറി, ഞാനിപ്പോഴും സാധാരണ ഒരു പ്രൈവറ്റ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സങ്കടം എന്നോട് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ കേട്ട് അത് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, വാട്ട് എവർ ദ സിറ്റുവേഷൻ മേ ബി, നിങ്ങൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യന്മാരെ, നമ്മൾ ദൈവങ്ങളൊന്നും അല്ലല്ലോ. ട്രൈ ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ട്രൈ ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യലുണ്ട്, നല്ലപോലെ ട്രൈ ചെയ്യുക. എന്നിട്ട് കിട്ടുമ്പോൾ അത് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് സെക്ഷനിലൂടെ നമുക്ക് വരാം. സോ ഇവിടെ ചോദ്യം ഇതാണ്, ഓക്കെ, ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇറസ്പെക്റ്റ് ഓഫ് ഓൾ ദ എക്സാം, ഞാൻ ആദ്യമേ നിങ്ങളോട് ഗ്രേഡ് 2 എങ്ങനെ പഠിക്കണം, ഗ്രേഡ് 1 എങ്ങനെ പഠിക്കണം, എക്ക് എന്താണ് വ്യത്യാസം എന്നുള്ളത് പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന് വെച്ചോ, നിങ്ങളിപ്പോൾ ബിടെക്കോ ഡിപ്ലോമോ ഐടിയോ ഏതാണെന്ന് വെച്ചോ, നോ പ്രോബ്ലം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ ഞാൻ പറയാൻ പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫസ്റ്റ് വൺ, ഫുൾ സിലബസിനെ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് കാണുക. കുറേ ടോപ്പിക്ക് ഇവിടുന്ന് പഠിക്കാതെ ആദ്യം തൊട്ട് നമുക്കിപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിന് 24 സബ്ജക്റ്റ് ഉണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സാം. ചില എക്സാമിന് കുറച്ച് സബ്ജക്റ്റേ ഉള്ളൂ. എന്നാലും നമ്മുടെ ഫുൾ സിവിൽ എഞ്ചിനീയറിങ്ങിനെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് തിരിക്കുക. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും പല ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു സബ്ജക്റ്റിനെ ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിക്കുക. ഇനി ഓരോ ചാപ്റ്ററിന് പല ടോപ്പിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് തിരിക്കുക. ഓരോ ടോപ്പിക്കിനകത്തും അതിൻ്റെ തിയറിയും ഉണ്ട്, അതിൻ്റെ ന്യൂമറിക്കലും ഉണ്ട്. നിങ്ങൾ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ടോപ്പിക്കിനകത്ത് വരുന്ന തിയറി പഠിക്കുക, പിന്നെ അതിൻ്റെ ന്യൂമറിക്കലും ചെയ്യും. നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രേഡ് 1 എക്സാംസ് ആണെങ്കിൽ തിയറി കൂടുതൽ ഫോക്കസ് കൂടുതൽ, ന്യൂമറിക്കൽ കുറച്ച് ചെയ്താൽ മതി. ആൻഡ് കമ്മിങ് ടു ITI കംപ്ലീറ്റ്ലി തിയറട്ടിക്കലായിട്ട് നോക്കുക. ന്യൂമറിക്കൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ 3 ലെവലായിട്ട് തിരിക്കുക. നിങ്ങൾ ഏത് എക്സാം പ്രിപ്പയർ ചെയ്താലും ആദ്യം നിങ്ങൾ ഏത് എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിനകത്തൊരു പ്ലോട്ട്. നിങ്ങൾക്ക് 3 പഠിക്കും. ഇപ്പോൾ ബിടെക്കാർക്ക് 3 പഠിക്കും, കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയല്ലേ, അപ്പോൾ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ സ്ട്രക്ചേർഡായിട്ട് പഠിക്കുക. ചുമ്മാ ഇവിടുന്ന് എന്തോ പഠിക്കുന്ന പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രക്ചേർഡായിട്ട് തിരിച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ടോപ്പിക് വൈസ് ആയിട്ട് ആക്കി ആ ടോപ്പിക് വൈസ് ഓരോ ടോപ്പിക്കും നല്ല വൃത്തിക്ക് പഠിക്കുക. അത് ഒന്നാമത്തെ കാര്യം. 2, there are 3 keys to success. പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാതെ വേറെ ഒന്നും എത്ര നിങ്ങൾ പഠിച്ചാലും ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യം റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വെച്ചിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യണം, പിന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്കാർക്കേ ആ ഹാർഡ് വർക്ക് ഫൈനലി ഒരു റിസൾട്ടായിട്ട് കിട്ടത്തുള്ളൂ. ഇത് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ഡയമണ്ട് ബാച്ചിലൊക്കെ ഞാൻ ഒരുപാട് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ, നല്ലപോലെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. എന്നാൽ എക്സാമിനോട് വരുമ്പോൾ അതിൽ ചില ആൾക്കാർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും ഒരു മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിനൊരു റീസണുണ്ട്. റീസൺ ബീയിങ്, ഇവർ ഒരു 6-8 മാസം നല്ലൊരു പഠിക്കും, പക്ഷേ എക്സാം വരുമ്പോൾ ഇത് മര്യാദയ്ക്ക് റിവൈസ് ചെയ്യത്തില്ല. ഇതാ പ്രശ്നം. അപ്പോൾ റിവൈസ് ചെയ്യാൻ ടൈം വേണം, അപ്പോൾ അതിന് വേണ്ടി പ്ലാൻ ചെയ്യണം. ഇത് പലരുടെയും പ്രശ്നമാണ്. അതായത് മെജോറിറ്റി നല്ലപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ലപോലെ ഉയർന്ന റാങ്കിലോട്ട് വരാൻ പറ്റാത്തതിൻ്റെ റീസൺ അവർ നല്ലപോലെ റിവൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഭയങ്കര കിടിലുമായിട്ട് അങ്ങ് പറഞ്ഞത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കണ്ടെങ്കിലും എല്ലാം പഠിച്ചെങ്കിലും ഫൈനലി ആ പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ റിവൈസ് ചെയ്താൽ അല്ലെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഒരു എഫേർട്ട്, നമ്മളെ ഇട്ട എഫേർട്ടിന് ഒരു വേർത്ത് ഇറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ.
അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇത് ഏത് എക്സാമിനും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ആൻഡ് ഫൈനലി ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ്. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എക്സാം ഹാളിൽ പോകുമ്പോൾ ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതായത് നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ 6, 8 അല്ലെങ്കിൽ 1, ഈവൻ 2 വർഷമായിട്ട് പഠിക്കുന്ന പല കുട്ടികളുണ്ട്. അവരുടെ ഫൈനൽ, നമ്മുടെ സഞ്ജു സാംസനെ പറ്റി എല്ലാവരും പറയും അല്ലേ, സഞ്ജുവിന് പാവത്തിന് 2, 3 കളികളാണ് ഇൻ്റർനാഷണൽ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പോൾ പുള്ളി കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് ഒരു ഒറ്റ മാച്ച് കൊണ്ട് എല്ലാവരോടും പ്രൂവ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കുക എത്രത്തോളം പ്രഷർ ഉണ്ടെന്നുള്ളൊരാൾക്ക്. സെയിം ആണ് നിങ്ങൾ ഒരു എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് അത്രയും നാളത്തെ എഫേർട്ടാണ് നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആർക്കാണെങ്കിലും ടെൻഷൻ വരും. അപ്പോൾ ഇത് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയും. എന്തായാലും സ്ട്രെസ് വരുമെന്ന് ഉറപ്പാണ്. നമ്മൾ മെഷീനൊന്നും അല്ലല്ലോ, റോബോട്ട് അല്ലല്ലോ, എന്തായാലും ടെൻഷൻ വരും. അപ്പോൾ അതിനെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ടത്. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. എക്സാമിന് പോകുന്നതിന് മുമ്പേ മോക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ, അതിന് സിമിലർ ആയിട്ടുള്ള എക്സാമുകൾ വീട്ടിൽ ഇരുന്നോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇരുന്നോ 1.5 മണിക്കൂറിൻ്റെ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ലാസ്റ്റ് റൗണ്ടിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്താൽ മാത്രം പോരാ, എക്സാമിന് പോകുന്നതിന് മുമ്പേ ആ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ചെയ്ത് നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ ആ ഒരു ലേണിംഗ് കേർവ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്ട് ചെയ്യാം. യു ക്യാൻ കോൾ ത്രൂ, നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. ഞാൻ ഇച്ചിരി ബിസി ആയതുകൊണ്ട് മേ ബി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ വരുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് മെൻറ്റർഷിപ്പ് കിട്ടണമെങ്കിൽ എനിക്ക് ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, ഇവിടെ ഡയമണ്ട് ബാച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ പ്രധാനമായിട്ട് അവർക്കാണ് എൻ്റെ മെൻറ്റർഷിപ്പ് കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ഡയറക്റ്റ് മെൻറ്റർഷിപ്പ്, എനിക്ക് എല്ലാവർക്കും മെൻറ്റർഷിപ്പ് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനൊരു ലിമിറ്റ് ഇല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഡയമണ്ട് ബാച്ച് പിള്ളേർക്കും എൻ്റെ ഓഫ്ലൈൻ പിള്ളേർക്കുമാണ് ഞാൻ ഡയറക്റ്റ്ലി മെൻറ്റർഷിപ്പ് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു ജോലി കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് ഞാൻ പറയുന്ന പോലെ പഠിക്കണം അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരിടത്ത് അഡ്മിഷൻ എടുത്തു, സാർ എന്തോ പഠിപ്പിച്ചു, നിങ്ങളെന്തോ പഠിച്ചു പോയി, അങ്ങനെയൊന്നും ജോലി കിട്ടത്തില്ല. എൻ്റെ കൂടെ ഞാനിപ്പോൾ കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റി ആണെങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തമായിട്ട് കരുതിയ പിള്ളേർ, എൻ്റെ സ്റ്റുഡൻസ് ഇപ്പം സർവീസിലുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഇത് പറയും. എനിക്ക് ടീച്ചിങ്ങിന് എത്ര പാഷൻ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഐ ഹാവ് ടു പ്രൂവ് ഇറ്റ്. അപ്പോൾ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്ത്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ടാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ അവർ സർവീസിൽ കയറുമ്പോഴാണ് എനിക്ക് ഹാപ്പിനെസ്. എത്ര കമ്പനി നടത്തിയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഫൈനലി നിങ്ങൾ സർവീസിൽ കയറണം. അവിടെ വരെ, അല്ലെങ്കിൽ നിങ്ങൾ സർവീസിൽ കയറി നിങ്ങൾ ആ രജിസ്റ്ററിൽ ഒപ്പിടുമല്ലോ, ആ ഒപ്പിടുന്നവരെ എൻ്റെ സപ്പോർട്ട് കാണും. ആ ഒപ്പിട്ടിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാൻ വേണം, എനിക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടാനാണ്. നിങ്ങൾ മാത്രം ഇട്ടപ്പോൾ ഞാനും ഇടും. അപ്പോൾ അത് എൻ്റെയും കൂടെ ഒരു അഹങ്കാരം ഇവിടെ നിങ്ങൾ കൂട്ടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 പേരുടെയും നമ്മുടെ ഡ്രീമാണ് ഇവിടെ സാധിക്കുന്നത്. നിങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ്, ഞാൻ ആസ് എ ടീച്ചർ, നമ്മൾ ആസ് എൻ അക്കാഡമി അല്ലെ, അമേസ് അക്കാഡമിയുടെ സക്സസ് തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് സർവീസിൽ കയറണം. അല്ലെ നമുക്ക് വെറുതെ ഒരു കോഴ്സ് പഠിപ്പിച്ച് അങ്ങനെ അല്ല, നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു സർവീസിനകത്ത് എൻ്റർ ചെയ്തിരിക്കണം. അതാണ് നമ്മുടെ ഡ്രീം. ഓക്കെ, സോ നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം സത്യമായി പെട്ടെന്ന് തന്നെ ഒരു റിയാലിറ്റി ആവട്ടെ. അതിന് വേണ്ടിയിട്ട് എന്ത് സഹായവും ആസ് എൻ അക്കാഡമി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. എൻ്റെ പേഴ്സണലായിട്ടുള്ള എഫേർട്ടും തീർച്ചയായിട്ടും അതിന് ഞാൻ ചെയ്തിരിക്കും. താഴെ കാണുന്ന ലിങ്കുകൾ നമ്മുടെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ താഴെ ഞങ്ങൾ സ്ക്രോളിലും കമൻറ്റ് ബോക്സിലും പിൻ ഇട്ടിരുന്നതായിരുന്നു. അപ്പം എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. So friends, thank you. Amaze Academy. Call 82817 41894.